ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആൻഡ് അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ വെച്ചിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. എക്സാമ്പിൾ 2 ആണ് നമുക്ക് വരുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഫ്രം എ ലോട്ട് കണ്ടെയ്നിങ് 25 items, 5 of which are defectives. 4 items are chosen at random. Find the probability distribution of the number of defectives obtained. അതായത് നമുക്ക് ഒരു 25 ഐറ്റംസ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ലോട്ട് ഉണ്ട്. അതിൽ 5 എണ്ണം എന്താണെന്നറിയാം, ഡിഫക്റ്റീവ് ആണെന്ന് പറയാം. അതായത് നിങ്ങൾക്ക് ഒരു ലോട്ട് തന്നിട്ട് പറയുകയാണ് അതിൽ 25 ഐറ്റംസ് ഉണ്ട്, അതിൽ 5 എണ്ണം ഡിഫക്റ്റീവാണ്. അതിൽ നിന്ന് നിങ്ങൾ 4 ഐറ്റംസ് ചൂസ് ചെയ്യണം റാൻഡായിട്ട്. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഉണ്ടല്ലോ, ആ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്തിൻ്റെയാണോ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ കണ്ടത് അത് എന്ന് പറയുന്നത് റാൻഡം വേരിയബിളാണ്, നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നതാണ് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ്. ലെറ്റ് എക്സ് ബി ദി നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഒബ്റ്റെയിൻഡ്. നമ്മൾ 4 എണ്ണം ചൂസ് ചെയ്തപ്പോൾ കിട്ടുന്ന നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ആണ് എക്സ്. അപ്പോൾ എക്സിന് ഏതൊക്കെ വാല്യൂസ് വരാം? 4 എണ്ണം ചൂസ് ചെയ്യുമ്പം 4 ഡിഫക്റ്റീവ് ആവാം, അല്ലെങ്കിൽ 3 ഡിഫക്റ്റീവ് ആവാം, അല്ലെങ്കിൽ 2 ഡിഫക്റ്റീവ് ആവാം, അല്ലെങ്കിൽ 1 ഡിഫക്റ്റീവ് ആവാം, അല്ലെങ്കിൽ 0 ഡിഫക്റ്റീവ് ആവാം. ഡിഫക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ഉള്ളത്, പോരായ്മ ഉള്ളത് അല്ലേ. ഇപ്പം ഞാൻ ഏതെങ്കിലും ഒരു കമ്പനീൻ്റെ കുറേ എന്തെങ്കിലും ഒരു പ്രൊഡക്ഷനാണ് അവിടെ നടക്കുന്നത്, കുറേ ബ്ലേഡുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ 25 ഐറ്റംസ് ഉള്ള ഒരു ലോട്ട്, ഒരു ബാഗ് ഞാൻ തന്നു. എന്നിട്ട് ഞാൻ പറയുകയാണ് അതിൽ 5 എണ്ണം ഡിഫക്റ്റീവാണ്, നിങ്ങൾ അതിൻ്റെ 4 ഐറ്റംസ് ചൂസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് ഏതൊക്കെ വരാം? എക്സിൻ്റെ വാല്യൂസ്, എക്സ് ക്യാൻ ടേക്ക് വാല്യൂസ് 0, 1, 2, 3 ആൻഡ് 4. അപ്പോൾ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റി എക്സ് 0 ആവാനുള്ള പ്രോബബിലിറ്റി, എക്സ് 1 ആവാനുള്ള പ്രോബബിലിറ്റി, എക്സ് 2 ആവാനുള്ള പ്രോബബിലിറ്റി, എക്സ് 3 ആവാനുള്ള പ്രോബബിലിറ്റി, അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ ഇനി കാണാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ 0, എക്സിൻ്റെ വാല്യൂ 0 ആവാനുള്ള പ്രോബബിലിറ്റി. എക്സ് ഈക്വൽ 0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 എണ്ണത്തിന് ചൂസ് ചെയ്തതിൽ 0 ഡിഫക്റ്റീവ്സ്, ഒരു ഡിഫക്റ്റീവും വരാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഒരു ഡിഫക്റ്റീവിനെയും ചൂസ് ചെയ്യരുത്. ആകെ എത്ര ഡിഫക്റ്റീവ് ഉണ്ട്? 4 എണ്ണം ഉണ്ട് അല്ലേ. അപ്പോൾ ഒന്നിനെയും ചൂസ് ചെയ്യണമെങ്കിൽ ആകെ എത്ര ഡിഫക്റ്റീവ് ഉണ്ട്? 20 നല്ലതും ഉണ്ട്, അതേപോലെ 5 എണ്ണം ഡിഫക്റ്റീവാണ്, നോൺ ഡിഫക്റ്റീവാണ് ഈ 20 എണ്ണം ഇത് ഡിഫക്റ്റീവ്. അപ്പോൾ ഈ 5 എണ്ണത്തിൽ നിന്ന് ആരെയും ചൂസ് ചെയ്യരുത്. അപ്പോൾ 5 എണ്ണത്തിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യേണ്ട 5 എണ്ണത്തിൽ നിന്ന് ആരെയും ചൂസ് ചെയ്യരുതെന്ന് പറയുമ്പോൾ അതിനുള്ള നമ്പർ ഓഫ് വേസ് 5G0. ആൻഡ് ഈ നോൺ ഡിഫക്റ്റീവ് നിന്ന് നമ്മൾ 4 എണ്ണത്തിനെ ചൂസ് ചെയ്യണം. അപ്പോൾ 20C4. ടോട്ടൽ നമ്പർ ഓഫ് വേസോ ആകെ 25 ആൾക്കാരുള്ളത്, അതിൽ നിന്ന് 4 എണ്ണത്തിനെ ചൂസ് ചെയ്യാം അല്ലേ. ക്ലാസിക്കൽ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി ആണ്. ഇതിൻ്റെ വാല്യൂ എന്താണെന്ന് നോക്കാം, അത് കണ്ടുപിടിച്ച് എഴുതാം. ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഡിവൈഡ് ബൈ ഒരു 2530 എന്ന് കിട്ടും. പിന്നെ ന്യൂമറേറ്ററിൽ വാല്യൂസ് ഇങ്ങനെ മാറി മാറി വരും, പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ ടു 1 കാണുമ്പോഴൊക്കെ. അപ്പോൾ ആ രീതിയിൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം എളുപ്പം. അതിൻ്റെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 1 കിട്ടണമെന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ആ സംഭവം ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എഴുതുന്നതായിരിക്കും നല്ലതുണ്ടാവുക. ഓക്കെ. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 1 എങ്ങനെ കാണും? ഒരു ഡിഫക്റ്റീവിനെ ചൂസ് ചെയ്യണം. അതായത് ഡിഫക്റ്റീവായിട്ടുള്ള 5 എണ്ണത്തിൽ നിന്ന് 1 ചൂസ് ചെയ്യണം. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് വേസ് എന്ന് പറഞ്ഞാൽ 5C1 ആണ്. അങ്ങനെയാണെങ്കിൽ നോൺ ഡിഫക്റ്റീവായിട്ടുള്ള എത്ര എണ്ണത്തിന് ചൂസ് ചെയ്യണം? 3 എണ്ണത്തിനെ. ടോട്ടൽ 4 എണ്ണത്തിനെയാണ്. 1 നമ്മൾ ഡിഫക്റ്റീവ് സെലക്ട് ചെയ്തു, ബാക്കി 3 എണ്ണം നോൺ ഡിഫക്റ്റീവ് എന്നായിരിക്കണം സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ താഴെ 25C4. അപ്പോൾ ഇത് കണ്ടുപിടിക്കാം. പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് 2 കാണാം, 3 കാണാം ആൻഡ് 4 കാണാം. എന്നിട്ട് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് എക്സിൻ്റെ വാല്യൂസ് സ്മോൾ എക്സ്, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽ സ്മോൾ എക്സ്. അപ്പം എക്സിൻ്റെ വാല്യൂസ് ഏതൊക്കെയാണ്? 0, 1, 2, 3, 4. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോബബിലിറ്റീസ് എഴുതാം. ഇനി നോക്കാം, ഇവിടുത്തെ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ എനിക്കൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ആക്കി എഴുതിക്കൂടെ? അതായത് f of x എന്ന് പറയുന്ന പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് എക്സ്.
അതായത് നമ്പർ ഓഫ് ഡിഫക്റ്റീവ്സ് എക്സ് ആവണമെങ്കിൽ 5 ഡിഫക്റ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് എക്സ് ഡിഫക്റ്റീവ്സിനെ ആയിരിക്കണം. അതേപോലെ ബാക്കിയുള്ള 20 നോൺ ഡിഫക്റ്റീവ്സ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, ടോട്ടൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് എത്രയാണ്? 25 4 സെലക്ട് ചെയ്യുന്നത്. അതിൽ എക്സ് എണ്ണം ഡിഫക്റ്റീവ്സാണ്. അപ്പോൾ നോൺ ഡിഫക്റ്റീവ്സ് എത്രയായിരിക്കും? 4 - x ആയിരിക്കും. ഓക്കെ, ഇനി ഈ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയാവാം? എക്സ് ഈക്വൽസ് 0, 1, 2, 3, 4. ഇതിങ്ങനെ കോമട്ട് ചെയ്തേണ്ടതാണേ. അപ്പോൾ അതായത് പറഞ്ഞു വന്നത്, ഒരു പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് 0ൻ്റെ പ്രോബബിലിറ്റി, 1ൻ്റെ പ്രോബബിലിറ്റി, 2ൻ്റെ പ്രോബബിലിറ്റി, ഈ പ്രോബബിലിറ്റി എഴുതണേ. ഇതാണ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ്. ഇനിയല്ല അതൊരു മാത്തമാറ്റിക്കൽ ഫംഗ്ഷനാക്കി, ഒരു പ്രോബബിലിറ്റി ഫംഗ്ഷനാക്കി എഴുതണമെങ്കിൽ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു പ്രോബബിലിറ്റി ഫംഗ്ഷൻ്റെ ഒരു ഫോർമുല ഉണ്ടാവും. ഇവിടെ അത് കാണാൻ എളുപ്പമാണ്. എങ്ങനെയാണ്? 5 എക്സ് ഡിഫക്റ്റീവ്സ്, 20 നോൺ ഡിഫക്റ്റീവ്സ് 4 - x നോൺ ഡിഫക്റ്റീവ്സ് സെലക്ട് ചെയ്യുക, ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് വേസ്. ആൻഡ് അതിൻ്റെ കൂടെ എക്സിൻ്റെ വാല്യൂസ് എന്തൊക്കെയായിരിക്കണം, ഏതൊക്കെ എടുക്കാം എന്നുള്ളത് സ്പെസിഫൈ ചെയ്യണം. വേറെ ഏത് വാല്യൂ എടുത്താലും, എക്സിന് വേറെ ഏത് വാല്യൂ എടുത്തു കഴിഞ്ഞാലും അത് ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇത് നമ്മൾ എഴുതിയിട്ട് ഇങ്ങനെ ഫംഗ്ഷൻ ചെയ്തൂലേ, 0 അതർവൈസ്. അതായത് എക്സിൻ്റെ വാല്യൂ 0യോ 1ഓ 2ഓ 3ഓ 4ഓ ആണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എക്സ് ഈക്വൽസ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂ ആണ്. ഇനി അല്ലാത്ത ഏത് വാല്യൂ എക്സിന് എടുത്തു കഴിഞ്ഞാലും 0 ആണ് പ്രോബബിലിറ്റി. ഓക്കെ, ഇതേപോലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ